ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി ISRO. അഭിനന്ദനം അറിയിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള അമൃത് സ്നാന ചടങ്ങിനിടയിൽ തിക്കിലും തിരക്കിലും തീർത്ഥാടകർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പിടിയിലായ പ്രതി ചെന്താമരയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണ വിജയത്തോടെ ചരിത്രം കുറിച്ച് ISRO. ഗതി നിർണയ ഉപഗ്രഹമായ NVS-02വിനെയും വഹിച്ചുകൊണ്ട് GSLV F-15 രാവിലെ 6:23 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയർന്നു. 100ാം വിക്ഷേപണം എന്ന നേട്ടം കൈവരിച്ച ISROയെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. വിക്ഷേപണം വിജയകരമായതിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. GSLV അതിന്റെ 17ാമത്തെ വിക്ഷേപണത്തിലൂടെയാണ് ISROയുടെ 100ാം ദൌത്യമെന്ന ചരിത്ര നേട്ടം കൈവരിച്ചത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള അമൃത് സ്നാന ചടങ്ങിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് തീർത്ഥാടകർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇന്ന് പുലർച്ചെയാണ് ബാരിക്കേഡ് മറികടക്കുന്നതിനിടെ അപകടം ഉണ്ടായത്. പ്രദേശത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും തിരക്ക് ഒഴിവാക്കാൻ തീർത്ഥാടകർ ഗംഗാഘട്ടിൽ സ്നാനം നടത്തണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. സംഭവത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പിടിയിലായ പ്രതി പോത്തുണ്ടി തിരുത്താമ്പാടത്ത് ചെന്താമരയെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു. നിലവിൽ ആലത്തൂർ DYSP ഓഫീസിലുള്ള പ്രതിയെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി ചെന്താമരയെ 36 മണിക്കൂറിന് ശേഷം ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും. വിവിധ സായുധ സേനാംഗങ്ങളുടെ ബാൻഡുകൾ അണിനിരക്കുന്ന 30 പ്രകടനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങ് വീക്ഷിക്കാൻ എത്തും. ചടങ്ങിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെ വിജയ് ചൌക്കിലേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും. വന്യജീവികളിൽ നിന്നുള്ള ഭീഷണി കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വളർത്തുമൃഗങ്ങൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിന് ഇരയാവുന്നതും ജനങ്ങളെ അസ്വസ്ഥരാക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആറളം പഞ്ചായത്തിലെ ചതുരൂരിൽ കടുവയെ കണ്ടുവെന്നും കണിച്ചാർ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയിൽ പുലിക്ക് സമാനമായ ജീവിയെ കണ്ടുവെന്നുമുള്ള പ്രചരണമാണ് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ചതുരൂരിൽ വളർത്തുനായകളെ അജ്ഞാത ജീവി പിടിച്ചുവെന്നും കാഞ്ഞിരപ്പുഴ ഭാഗത്ത് വന്യജീവിയുടെ കാൽപ്പാടുകൾ കണ്ടുവെന്നുമുള്ള വിവരത്തെ തുടർന്ന് വനംവകുപ്പ് വ്യാപകമായ പരിശോധന നടത്തുകയാണ്. ചതുരൂരിൽ കൂടും ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പരിശോധനയും നടത്തുന്നുണ്ട്. ഏതാനും ദിവസങ്ങളായി കണിച്ചാർ പഞ്ചായത്തിലെ ആറ്റാഞ്ചേരി, കല്ലടി, മാവടി, നെടുമുറഞ്ചാൽ മേഖലകളിലെ ജനങ്ങൾ പുലിയുടെ ഭീതിയിലാണ്. ഫെബ്രുവരി 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഷഹ്ദാര നിയമസഭാ മണ്ഡലത്തിലെ കർത്താൻ നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വൈകുന്നേരം ബാദ്ലി, തിമർപൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭവാനിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തലശ്ശേരി പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ KSU നേതാവിന് നേരെ അക്രമം. 2ാം വർഷ നിയമ വിദ്യാർത്ഥിയും KSU കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബിദുൽ ബാലനെയാണ് ഒരു സംഘം ആക്രമിച്ചത്. SFI പ്രവർത്തകർ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് KSU ആരോപിച്ചു. ബിദുൽ ബാലനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഡി സോൺ കലോത്സവം സംഘർഷത്തിൽ 3 KSU പ്രവർത്തകർ അറസ്റ്റിൽ. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ്, ട്രഷറർ സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത്. മാള പോലീസാണ് ഇവരെ പിടികൂടിയത്. SFI നേതാക്കളുടെ പരാതിയിൽ ഇവർക്കെതിരെ വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുത്തിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ വീണ്ടും അതിശൈത്യം. മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രദേശത്ത് പുൽമേടുകളിൽ നേരിയ തോതിൽ മഞ്ഞുവീഴ്ചയുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മാട്ടുപ്പെട്ടി, ചെണ്ടുവര, ലക്ഷ്മി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ പുലർകാലത്ത് അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് മൂന്നാറിൽ താപനില വീണ്ടും 0-ലെത്തുന്നത്. താപനില താഴ്ന്നതോടെ പ്രദേശത്ത് പുൽമേടുകളിൽ നേരിയ തോതിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടായി. സെവൺമല, ദേവികുളം, നല്ലതണ്ണി എന്നിവിടങ്ങളിൽ കുറഞ്ഞ അന്തരീക്ഷ താപനില 1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഡിസംബർ അവസാനവും ജനുവരി ആദ്യവാരവും മൂന്നാറിൽ വലിയ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് അന്തരീക്ഷം മേഘാവൃതമാവുകയും തണുപ്പ് കുറയുകയുമായിരുന്നു. ഡിസംബർ അവസാന വാരവും ജനുവരി ആദ്യവാരവും സഞ്ചാരികളുടെ വലിയ തിരക്കാണുണ്ടായത്. തണുപ്പ് കുറഞ്ഞതോടെ സഞ്ചാരികളുടെ തിരക്കും കുറഞ്ഞിരുന്നു. വരും ദിവസങ്ങളിൽ ശൈത്യം തുടർന്നാൽ സഞ്ചാരികൾ കൂടുതലായി വീണ്ടും മൂന്നാറിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ദേശീയ ഗെയിംസിൽ കേരളം ഇന്ന് വനിതാ പുരുഷ വാട്ടർ പോളോയിൽ മത്സരത്തിനിറങ്ങും. കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയായ നീന്തൽ താരം സജൻ പ്രകാശ് ഇന്ന് മത്സരിക്കും. 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നീ ഇനങ്ങളിലാണ് സജൻ മത്സരിക്കുന്നത്. വോളിബോളിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകളും ബാസ്കറ്റ്ബോളിൽ വനിതകളും ഇന്ന് കളത്തിലിറങ്ങും. വുഷു ഇനത്തിലും കേരളത്തിന് ഇന്ന് മത്സരമുണ്ട്. പ്രദർശന മത്സരമായി കളരിയും ഇന്ന് ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദിനെ നേരിടും. ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 6-ാമതും ഹൈദരാബാദ് 12-ാം സ്ഥാനത്തുമാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാമത്തെ മത്സരം വെള്ളിയാഴ്ച നടക്കും. പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ഇന്ന് ദേശീയ പത്രദിനം. 1780-ൽ രാജ്യത്തെ ആദ്യത്തെ പത്രം പുറത്തിറക്കിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജനുവരി 29-ന് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആഘോഷിക്കുന്നത്. 1780 ജനുവരി 29-നായിരുന്നു അയർലൻഡുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിലെ ആദ്യ അച്ചടി പത്രമായ ഹിക്കീസ് ബംഗാൾ ഗസറ്റ് എന്ന കൽക്കട്ട ജനറൽ അഡ്വർടൈസർ പുറത്തിറക്കിയത്. ദൈനംദിന ജീവിതത്തിൽ പത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് പത്രദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചു മാത്രമേ നടപ്പാക്കൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിന്റെ മദ്യനയം മാറ്റിയിട്ടില്ല. എല്ലാ വകുപ്പുകളുമായും ആവശ്യമായ ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കുമെതിരെ വിമർശനം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെയാണ് തീരുമാനം കൈക്കൊണ്ടതെന്ന് മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിച്ച കുറിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 546 പോയിന്റ് ഉയർന്ന് 76,460-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 188 പോയിന്റ് ഉയർന്ന് 23,145-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. സ്വർണം ഗ്രാമിന് 85 രൂപ കൂടി 7,595 രൂപയും പവന് 680 രൂപ ഉയർന്ന് 60,760 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി ISRO. അഭിനന്ദനമറിയിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള അമൃത് സ്നാന ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും തീർത്ഥാടകർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പിടിയിലായ പ്രതി ചെന്താമരയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.